ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മച്ചിക്ക് വയ്യെന്നൊക്കെ ഉള്ളൊരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കുറേ പേര് കമൻസ് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നാലും മാറിയിട്ടില്ല. നെഞ്ചിൽ നല്ല ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഫക്കെട്ടാണ്. അപ്പോൾ ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് പിന്നെ അഡ്മിറ്റ് ആക്കിയത് വൈകുന്നേരം വരെ നമ്മൾ ഡ്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് അഡ്മിറ്റ് ആക്കിയതാണ് കേട്ടോ. വൈകിട്ടൊക്കെ ആയപ്പോൾ ഒരു 4:30 ആയപ്പോഴത്തേക്കും രാവിലെ നമ്മൾ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കേട്ടോ പോയത്. വൈകുന്നേരം ഒരു 4-4:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് തന്നെ കൊണ്ടുപോയതാണ്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഭക്ഷണവും വെള്ളവും ഒക്കെ കഴിക്കാനും ഒക്കെ പാടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വയ്യായിക, ഒരു ശ്വാസം മുട്ട്, നല്ലതുപോലെ ശ്വാസം മുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് 2 മാസത്തോളമായി ഇങ്ങനെ ചുമ മാറാതെ നിൽക്കുന്നു. ടെസ്റ്റൊക്കെ ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ റേഡിയേഷനും കീമോയൊക്കെ ചെയ്തതല്ലേ, അപ്പോൾ അതിൻ്റേതായ പ്രതിരോധ ശേഷി വളരെ കുറവാണ്. പെട്ടെന്ന് തന്നെ എഫക്റ്റ് ചെയ്യും ശരീരത്തിനെ. ചെറിയൊരു പനിയോ ജലദോഷമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ് കേട്ടോ. പെട്ടെന്നൊന്നും മരുന്ന് കൊടുത്താലൊന്നും ഏക്കത്തൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് ഉമ്മയുടെ വിശേഷം. ഇപ്പം കൊണ്ടുപോയതിനേക്കാൾ, നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനേക്കാൾ കുറച്ച് മെച്ചമുണ്ട്. അപ്പോൾ ദേ ഇന്നലത്തെ വീഡിയോയാണ് കേട്ടോ. കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. എൻ്റെ സാഹചര്യം മനസ്സിലാക്കണം കേട്ടോ. വീഡിയോയ്ക്ക് ലെങ്ത് പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റൊന്നും പറയല്ലേ. അപ്പോൾ എന്താ, രാവിലെ കഞ്ഞിയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ കൊച്ചിനാണെങ്കിൽ പിന്നെ കഞ്ഞി കൊടുത്തപ്പം വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ ബന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ബർഗറൊക്കെ ഉണ്ടാക്കുന്ന ബന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ കുറച്ച് ബട്ടറൊക്കെ തേച്ചിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ മതി. ഇന്നത്തെ രാവിലത്തെ കാപ്പി ഇങ്ങനെയൊക്കെ അങ്ങ് പോകും കേട്ടോ. ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും പിന്നെ ചായയൊക്കെ കുടിച്ചു. ഇവിടെ ഞങ്ങൾ കഞ്ഞിയും മുളക് ചമ്മന്തി ഉണ്ടല്ലോ, നമ്മൾ ഈ ഉണക്കമുളകും ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് ചുട്ടെടുത്തിട്ടൊക്കെ വെക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ, ഉള്ളി ചമ്മന്തി. അപ്പം അതായിരുന്നു. അപ്പോൾ രാവിലെ പൊടിയരിക്കഞ്ഞിയും ചമ്മന്തിയായിരുന്നു. അപ്പം ഉമ്മാക്ക് എന്തായാലും കഞ്ഞി കുറച്ച് ദിവസത്തേക്ക് കഞ്ഞി കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. വെള്ളം ഒരുപാട് ഇങ്ങനെ ലൂസാക്കിയിട്ട് കുറച്ച് വെള്ളം അധികം വെച്ചിട്ട് കഞ്ഞി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ടേ, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ക്ഷീണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ആദ്യം പേടി എന്തുവാണെന്നായിരുന്നു അറിയാവോ, HB അങ്ങ് ലോയിൽ പോയിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇല്ല, 10.3 ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പേടി അതായിരുന്നു കേട്ടോ. ഇനിയിപ്പം ശ്വാസം മുട്ട്, സാധാരണ നമുക്ക് HB കുറയുമ്പോഴത്തേക്കും, ബ്ലഡ് കുറയുമ്പോഴത്തേക്കുമാണ് ഇങ്ങനെ ശ്വാസം മുട്ട് വരുന്നത്. അപ്പോൾ HB നോക്കിയപ്പോഴത്തേക്കും 10.3 ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊരു വലിയ ആശ്വാസമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പ്രാർത്ഥനയായിരുന്നു, അയ്യോ അങ്ങനെയൊന്നും ആവല്ലേന്ന്. അപ്പോൾ എന്തായാലും ബ്ലഡിൻ്റെ അല്ല. പിന്നെ ടെസ്റ്റ് ചെയ്തു, ന്യൂമോണിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അല്ല സംഭവം. ഇത് ശ്വാസം മുട്ടാണ്. അങ്ങനെ കഫം നെഞ്ചിൽ അടിഞ്ഞ് ഇൻഫെക്ഷനായി. അപ്പം അതാണ് സംഭവം. അങ്ങനെ ഞാൻ കൊച്ചിന് എന്താ നമ്മുടെ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. ചായയും ബ്രെഡൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ പള്ളിയിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മദ്രസ ഉണ്ടായിരുന്നു. അപ്പോൾ നബിദിനമൊക്കെ ആയപ്പോഴത്തേക്കും പിള്ളേരവിടെ ദഫൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അടുത്ത മാസം ഓണവും നബിദിനവും എല്ലാം ഒരു ദിവസമാണെന്ന് തോന്നുന്നല്ലേ വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ആഘോഷങ്ങളും പരിപാടിയൊക്കെ നടത്തുന്നത്, പാടുന്നത്, അങ്ങനെ പഠിപ്പിക്കലും ഒക്കെയാണ് കേട്ടോ മദ്രസയിൽ. കുറച്ച് നേരം ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് പിന്നെ അങ്ങ് വന്നു കേട്ടോ. പാത്തുവിനും പനിയായിരുന്നു. പാത്തുവിന് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പനി എന്ന് പറയാനില്ല, ചെറിയൊരു ജലദോഷം പോലെയൊക്കെ ആയിരുന്നു. കാരണം അന്ന് ഉമ്മായും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും കൊച്ചിനിങ്ങനെ ചെറിയൊരു ജലദോഷം പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ പറയുകയും വേണ്ട കേട്ടോ, നല്ല ജലദോഷവും രാത്രി ആകുമ്പോഴത്തേക്കും ചെറിയ ചൂടുമൊക്കെ ആയി. പനിയുള്ള സ്ഥലമാണല്ലോ, പനിക്കാരൊക്കെ വരുന്നതില്ലേ. അപ്പം അങ്ങനെ എങ്ങാണ്ട് ഇച്ചിരി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മരുന്നൊക്കെ മേടിക്കാൻ കൊച്ചിനെയും കൊണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഞാൻ പോയത്. പിന്നെ മദ്രസയിൽ വിട്ടു. പിന്നെ ഇന്ന് രാവിലെ ഞാൻ നമ്മുടെ ഈ തുടക്കം വീഡിയോയിൽ ഓട്ടോയിൽ പോകുന്ന കാണിച്ചില്ലേ, അത് റേഷൻ കടയിൽ പോയതാണ്. പച്ചരിയും ഗോതമ്പ് പൊടിയും മണ്ണെണ്ണയും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. രാവിലെ നല്ല ഉഗ്രൻ മഴയായിരുന്നു. നല്ല ഇടിച്ചു കുത്തി മഴ പെയ്യത്തില്ലേ, അതുപോലുള്ള മഴയായിരുന്നു കേട്ടോ. ഓണമൊക്കെ ആയിട്ടും വെയിൽ കാണുന്നില്ല, അതാണ് സങ്കടം. ഇടയ്ക്ക് 2 ദിവസം നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ വിചാരിച്ചു മഴയൊക്കെ അങ്ങോട്ട് മാറിക്കാണുമെന്ന്. പക്ഷേ ഇവിടെ മഴ തുടങ്ങിയതേ ഉള്ളൂ എന്ന് മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് തോന്നിപ്പോവും കേട്ടോ. അത്രയ്ക്ക് നല്ല മഴയായിരുന്നു. പിന്നെ അങ്ങ് ഇച്ചിരി വെട്ടമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ രാവിലെ എന്തായാലും നല്ല മഴയായിരുന്നു. അങ്ങനെ കൊച്ചിനെ പള്ളി കൊണ്ടാക്കി വന്നു. മീൻ നമുക്ക് ചെങ്കലവ മീൻ, ചുമന്ന മീനും കൊണ്ട് അതുപോലെ കോരയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് പുളിയും മുളകും വെക്കാൻ വേണ്ടിയിട്ട് പോയി. കൂടുതൽ ഇതിൽ കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ എന്നും മുളക് കറിയാണെന്ന്. കൂടുതലും മുളക് കറി വെക്കുന്നതാണ് ഇവിടെ ഇഷ്ടം, അതുകൊണ്ട് മുളക് കറി വെക്കുന്നതാണ് കേട്ടോ. തേങ്ങ അരച്ചും വെക്കാറുണ്ട്. മുളക് കറി വെക്കുന്ന മീനാണെങ്കിൽ മുളക് കറി തന്നെ വെക്കും. അപ്പോൾ അത് ഞാൻ കുറച്ച് വറുക്കാനും കൂടെയൊക്കെ മസാലയൊക്കെ പുരട്ടി വെച്ചു. പിന്നെ ഒരു ചൊരക്ക ഇരിപ്പുണ്ട്. അപ്പോൾ ചൊരക്ക എല്ലാവർക്കും അറിയത്തില്ലേ, നമ്മൾ പച്ചക്കറിയിലൊക്കെ കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങയൊക്കെ ഇട്ടിട്ട് മെഴുക്കുരട്ടിയൊക്കെ ആക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റാണ്. അതുപോലെ താളിച്ചെടുക്കാനും നല്ല ഇതാണ് കേട്ടോ. അപ്പം ഞാനിത് മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല, ഇതിൽ നിന്ന് തന്നെ വെള്ളം ഊറി വന്നോളും. പിന്നെ ഇതേ കണ്ടില്ലേ, ഒരു ഉണ്ടമുളകും കൂടെയൊക്കെ അരിഞ്ഞ്, കുറച്ച് കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്ത്, സവോള എന്തായാലും മതി, കുഴപ്പമില്ല കേട്ടോ. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ. എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകും വറ്റൽമുളകും കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതങ്ങോട്ട് തട്ടി ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൂടെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അതിൽ നിന്ന് തന്നെ ഇപ്പം തന്നെ കണ്ടില്ലേ, ചെറിയ വെള്ളം ഊറി വന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് തേങ്ങയും കൂടെ ഒക്കെ തിരുമ്മി ഇട്ട് കൊടുത്ത് നമ്മുടെ ചൊരയ്ക്ക അഥവാ ചൊരങ്ങ എന്നൊക്കെ പറയും, അത് മെഴുക്കുരട്ടി റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.